How many different non-congruent triangles can you draw with two sides 8 and 6 centimeters and area 12 square centimeters? What if the area is to be 24 square centimeters? അതായത് രണ്ട് സൈഡ്സ് 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആയതും ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സുമായിട്ടുള്ള എത്ര ട്രയാങ്കിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഏരിയയിൽ 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും സൈഡ്സ് ആയിട്ടുള്ള എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്നും ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഏരിയയിൽ വരുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ മാത്രം വന്നാൽ മതിയോ? അല്ല, രണ്ട് സൈഡ്സ് 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും കൂടി വരണം. അപ്പോൾ ആദ്യം ഞാൻ ബേസ് 8 സെൻറ്റിമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. 8 സെൻറ്റിമീറ്റർ സൈഡ് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ 6 സെൻറ്റിമീറ്റർ സൈഡ് അതർ സൈഡാണ്. പക്ഷേ രണ്ട് സൈഡ്സ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതിനു വേണ്ടി നമുക്ക് മറ്റെന്തെങ്കിലും മെഷർമെൻറ്റ്സ് കൂടി വേണം. ആംഗിളോ മറ്റേ സൈഡോ തന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഏരിയയാണ് തന്നിട്ടുള്ളത്. ഏരിയ എത്രയാണ്? 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സാണ്. ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഹിയർ 12 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള കൺസിഡർ ചെയ്തത് 8 സെൻറ്റിമീറ്റർ ആണ് ബേസ് ആയിട്ട് എടുത്തുള്ളത്. സോ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഹൈറ്റ് 8/2 4 ആണ്. സോ 12 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഹൈറ്റ്. 4 ഇൻറ്റു എത്രയാണ് 12 കിട്ടുന്നത്? 4 ഇൻറ്റു 3 ആണ് 12. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ബേസ് 8 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്, അതർ സൈഡ് 6 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്, ഹൈറ്റ് 3 സെൻറ്റിമീറ്ററും കിട്ടി. സോ ഈ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾസ് വരയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബേസ് വരയ്ക്കുകയാണ്. ബേസ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. സോ ഒരു റൂളർ വെച്ചിട്ട് 8 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. ഇതിന് നെയിം ചെയ്യാം, AB എന്ന് നെയിം ചെയ്യാം. ഇതാണ് ബേസ്. അപ്പോൾ നമ്മൾ ബേസ് വരച്ചു. ഇനി ഹൈറ്റ് വരയ്ക്കാം. ഹൈറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ABയിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഹൈറ്റ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണല്ലോ. സോ ABയിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ആ പോയിൻറ്റിലൂടെ പാരലായിട്ട്, അതായത് ബേസിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ബേസിൽ നിന്നും 3 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ട്രയാങ്കിൾസിൻ്റെ ടോപ്പ് വെർട്ടെക്സ്. അപ്പോൾ ഇനി ടോപ്പ് വെർട്ടെക്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം, അതർ സൈഡ്. അതർ സൈഡ് എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്? 6 സെൻറ്റിമീറ്റർ ആണ്. സോ ഒരു റൂളറും കോമ്പസും എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ ബേസിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ, ഞാനിവിടെ ബേസിൻ്റെ A എന്ന എൻഡിലാണ് കോമ്പസ് നീഡിൽ വയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്കിൽ നിന്നും കോമ്പസിൻ്റെ നീഡിൽ വെച്ച Aയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ആർക്ക് നമ്മുടെ പാരലൽ ലൈനിൻ്റെ 2 പോയിൻറ്റിലാണ് മീറ്റ് ചെയ്യുന്നത്. ഒരു പോയിൻറ്റിന് നമുക്ക് D എന്ന് കൊടുക്കാം, ഒരു പോയിൻറ്റിന് C എന്ന് കൊടുക്കാം. സോ ഇപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ്, ഈ 2 പോയിൻറ്റ്സിൽ നിന്നും Aയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം നമ്മളെടുത്ത കോമ്പസ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. സോ നമ്മുടെ ടോപ്പ് വെർട്ടിസസ് ആണ് ഈ 2 പോയിൻറ്റ്സും. ഈ 2 പോയിൻറ്റ്സിൽ നിന്നും ബേസിലേക്ക് ജോയിൻ ചെയ്ത, അതായത് അത് നമുക്ക് Dയിൽ നിന്നും ബേസിൻ്റെ എൻഡ്സായ Aയിലേക്കും Bയിലേക്കും ജോയിൻ ചെയ്യാം. അതേപോലെ Cയിൽ നിന്നും ബേസിൻ്റെ എൻഡ്സായ Aയിലേക്കും Bയിലേക്കും ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി. 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഏരിയയുടെ കേസ് നോക്കാം. അതിൽ രണ്ട് സൈഡ്സ് 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററും വരണമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ 8 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. 6 സെൻറ്റിമീറ്റർ സൈഡ് അതർ സൈഡുമാണ്. അപ്പോൾ ഈ 2 മെഷർമെൻറ്റ്സ് കിട്ടിയാൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് മറ്റൊരു മെഷർമെൻറ്റ് കൂടി വേണം. അതിനു വേണ്ടി തന്നിട്ടുണ്ട് ഏരിയ ഇസിക്കൽ ടു 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ്? ഏരിയ ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇവിടെ നമ്മൾ 8 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. സോ ദിസ് ബിക്കം 24 is equal to half into 8 into height. 8/2 4 ആണ്. സോ ദിസ് ബിക്കം 24 is equal to 4 into height.
4 ഇൻറ്റു എത്രയാണ് 24? 4 ഇൻറ്റു 6 ആണല്ലോ 24. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടിയ സ്ഥിതിക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം ബേസ് വരയ്ക്കാം. ബേസ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. സോ ഒരു റൂളർ വെച്ചിട്ട് 8 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ വരയ്ക്കാം. ഇനി ഹൈറ്റ് വരയ്ക്കാം. ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. സോ നമുക്ക് ബേസിൽ നിന്നും 6 സെൻറ്റിമീറ്റർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അവിടെ ഒരു പാരലൽ ലൈൻ, ബേസിന് പാരലായിട്ടുള്ള ലൈൻ വരയ്ക്കാം. ഈ ലൈനിൽ എവിടെയെങ്കിലും ആണ് നമ്മുടെ ടോപ്പ് വെർട്ടെക്സ് വരുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മറ്റൊരു കാര്യം അറിയാം. അതർ സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്കൊരു റൂളറും ഒരു കോമ്പസും എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ബേസിൻ്റെ ഒരെൻഡായ എയിൽ കോമ്പസിൻ്റെ നീഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്ക് നമ്മുടെ പാരലൽ ലൈനിനെ ഒരു പോയിൻറ്റിലാണ് മീറ്റ് ചെയ്യുന്നത്. ആ പോയിൻറ്റിന് സി എന്ന് കൊടുക്കാം. ഈ പോയിൻറ്റിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം നമ്മൾ എടുത്ത കോമ്പസ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇനി ഈ വെർട്ടെക്സിൽ നിന്നും ബേസിൻ്റെ എൻഡായ എയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടി.